ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡ്രീം വേൾഡ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരിക്കൽ കുടജാദ്രിയിൽ പോയതിൻ്റെ കേട്ടോ. കഴിഞ്ഞ മാസം ഏപ്രിലായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. ഞങ്ങളുടെ ഫാമിലിയും അയൽപക്കത്തുള്ള കുറച്ച് ആളുകളും കൂടിയിട്ടാണ് അന്ന് പോയിരുന്നത്. മൂകാംബിക മുതൽ ഇവിടെ വരെ ഞങ്ങളൊരു ജീപ്പിലായിരുന്നു യാത്ര ചെയ്തത്. കാട്ടുവഴിയിലൂടെയായിരുന്നു ആ ജീപ്പിലെ യാത്ര. അപ്പോൾ ആ ഒരു യാത്ര അനുഭവിച്ച് തന്നെ അറിയണം. അന്ന് നല്ല നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വെയിൽ കാരണം തലയിൽ തോർത്തൊക്കെ ഇട്ടിട്ടാണ് യാത്ര തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു കുന്നും മലയും ഒരുപാട് ദൂരം അങ്ങനെ കയറി പോകാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കയ്യിലൊരു വടിയൊക്കെ കുത്തിപ്പിടിച്ചിട്ടാണ് കയറ്റം കയറുന്നത്. ബാലൻസ് എങ്ങാനും തെറ്റിപ്പോയി കഴിഞ്ഞാൽ നേരെ താഴെ തന്നെ എത്തും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപകടം പിടിച്ച വഴി തന്നെയാണ്. വീണ് പോയി കഴിഞ്ഞാൽ ആകെ ചോരക്കളിയാവും. അങ്ങനെ ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങനെ നടന്നു ഒരുപാട് ദൂരം. എല്ലാവരും വഴിക്ക് ചോദിക്കുന്നുണ്ട്, പോകുന്ന വഴിയെ ചോദിക്കുന്നുണ്ട് എത്താറായോ എന്ന്. അപ്പോൾ അതിനിടയ്ക്ക് അവന്തയ്ക്ക് ഒരുപാട് സംശയങ്ങളും. അപ്പോൾ അവിടെ മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ പോണ വഴിക്കൊക്കെ ഓരോ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നൊക്കെ ചോദിച്ചിട്ടാണ് അവന്തികൾ നടത്തുക. അപ്പോൾ ഞങ്ങളങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ അവിടെ മലേൻ്റെ മുകളിലെത്തിയിട്ട് തിരിച്ച് വരുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അവരോട് ഞങ്ങളിങ്ങനെ ചോദിച്ചു എങ്ങനെയുണ്ട് യാത്ര എന്ന് വെച്ചാൽ അവർ ചിരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ എത്തും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ നടക്കുമ്പോൾ തന്നെയാണ് അവർ ഒരുപാട് നടന്നിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ വല്യമ്മയായിരുന്നു കുറച്ച് പ്രായം ചെയ്യുന്ന ആൾ. അപ്പോൾ ആ വല്യമ്മയും ആ മലമുകളിൽ ഒക്കെ കയറി ഇറങ്ങി. അപ്പോൾ വല്യമ്മയുടെ പ്രായമുള്ള ആൾക്കാർ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും ഈ യാത്ര മുന്നിലേക്ക് വെച്ചിട്ടില്ല. പകുതി വഴി വെച്ചിട്ട് നിർത്തി. അവർ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് അങ്ങനെ ടൈം കളഞ്ഞെന്ന് പറയാം. എന്നാലും ഞങ്ങൾ ഒരുവിധം എല്ലാവരും കൂടെ യാത്ര അങ്ങനെ മുന്നിലേക്ക് തന്നെ പോയി. അപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാരല്ലല്ലോ, ഒരുപാട് ആളുണ്ടല്ലോ. അപ്പോൾ പരസ്പരം സംസാരിച്ചും കാഴ്ച കണ്ടൊക്കെ അങ്ങനെ നടന്ന് ഏതായാലും അവിടെ എത്താറായിട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു പേടി തോന്നി. കാരണം അങ്ങോട്ട് അഥവാ നമ്മൾ നടക്കുന്ന ഇടയിൽ കൂടെ കാലൊന്ന് വഴുതി അല്ലെ ഒന്ന് തെറ്റി എവിടെയെങ്കിലും തട്ടി തടഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും അന്യ സംസ്ഥാനത്തൊക്കെ ആവും എത്തുക. ഞാൻ ആദ്യമായിട്ടാണ് കുടജാദ്രിയിൽ പോയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണാനല്ലാതെ ഞാൻ കണ്ടില്ലായിരുന്നു. ഇപ്പോൾ ഇത് ആദ്യത്തെ യാത്രയാണ്. അപ്പോൾ ഇതൊരു അനുഭവം തന്നെയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്ന ഈ ലോകം. അപ്പോൾ പോവാത്തവരൊക്കെ എല്ലാവരും പോകണം. കാരണം അത് നല്ലൊരു അനുഭവമാണ്. അങ്ങനെ ഞങ്ങൾ ഈ കുന്നും കുണ്ടുകളൊക്കെ കയറി അമ്പലത്തിലെത്തിട്ടോ. അമ്പലത്തിലൊരു പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ കൂടെ വന്നൊരു പറയുന്നുണ്ട് 3 മണിയാകുമ്പോഴേക്കും താഴെ എത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ വണ്ടിക്കാരനെ പൈസ കൂട്ടി കൊടുക്കേണ്ടി വരും. അത് കാരണം വേഗം ഇറങ്ങിക്കോന്ന് പറഞ്ഞു. മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും കുടജാദ്രി വരെ ഒരാൾക്ക് 480 രൂപയാണ് ജീപ്പിൻ്റെ ചാർജ് കേട്ടോ. അപ്പോൾ 3 മണിക്ക് ശേഷം ആ ചാർജ് കൂട്ടുമെന്ന് പറഞ്ഞു. അത് കാരണം ഞങ്ങളെല്ലാവരും ഒരു പ്രദക്ഷിണം കഴിഞ്ഞ് വേഗം താഴേക്ക് തന്നെ ഇറങ്ങിയായിരുന്നു. അപ്പോൾ അമ്മയ്ക്കും അവന്തിക്കും യാതൊരു കുഴപ്പമില്ല. ആർക്കും ഒരു ക്ഷീണ കാര്യമില്ല. എല്ലാവർക്കും വെള്ളത്തിന് ഭയങ്കര ദാഹമായിരുന്നു. അത് കാരണം വെള്ളമൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയത് കേട്ടോ. പിന്നെ വെള്ളത്തിൻ്റെ ബോട്ടിൽ അവിടെ ഇവിടെ ഉപേക്ഷിക്കാനൊന്നും പാടില്ല. ഞങ്ങളവിടെ ചെന്ന് കുടജാദ്രി മല കയറുന്നതിന് മുമ്പ് അവിടെ കുറച്ച് ആളുകൾ വന്നിട്ട് ഞങ്ങളെല്ലാവരെയും സൈനായി അവർ വാങ്ങിട്ടോ. കാരണം ഈ മല കയറി എന്തെങ്കിലും സംഭവിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവർ ഉത്തരവാദിയല്ല എന്നുള്ളതിൻ്റെ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ സൈനൊക്കെ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈ മല കയറാൻ സമ്മതിച്ചത്. എങ്ങനെയായാലും ഞങ്ങൾ ഒരുമിച്ചൊരു യാത്ര, ഈ ഒരു കുടജാദ്രി യാത്ര ഒരു അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ കുടജാദ്രിയിൽ പോകണം. എല്ലാവർക്കും നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും. സ്കൂളില്ലാത്ത ടൈം ആയത് കാരണം എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുടജാദ്രി യാത്ര അവസാനിപ്പിച്ച് മല ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പോവാത്തവരൊക്കെ പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം.